എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദിയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായത്തിലെ 15 ശ്ലോകങ്ങൾ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് 16-ാം ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ഒരു മിനിറ്റ് ടൈപ്പിക്കലാം. ഫോൺ നോക്കിയ വിളിച്ചാൽ ഇന്നലെ ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നോ? ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നോ അതോ ഇല്ലായിരുന്നോ? വേണം ഇന്ന് ചോദിക്കട്ടെ. ഓ പഹനാവതു പഹനൗ ഭുനക്തു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിവാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 9-ാം അധ്യായം 16-ാമത്തെ ശ്ലോകം. ചതുർത്ഥസ്കന്ധം അധ്യായം 9 ശ്ലോകം 16. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനുപൂർയാൻ തത് ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. യസ്മിൻ വിരുദ്ധഗതയോ, യസ്മിൻ യാതൊന്നിലാണോ, വിരുദ്ധഗതികൾ പരസ്പരം വിരോധമുള്ള ഭാവങ്ങൾ, ഹി അനിശം പതന്തി എല്ലായ്പ്പോഴും വീഴുന്നിട്ട് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. പരസ്പരം അത് പ്രസിദ്ധമാണ്. യാതൊന്നിലാണോ പരസ്പര വിരുദ്ധങ്ങളായ ഗതികൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. എന്താണ്? അണുത്വം ചെറുതായിരിക്കുക, മഹത്വം വലുതായിരിക്കുക. അത് പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ഗതികളാണ്. ഇവകൾ ആരിലാണോ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്, നിരന്തരം ചേർന്നിരിക്കുന്നത്, യസ്മിൻ വിരുദ്ധഗതയോ ഹനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനുപൂർവ്യാത്. വിദ്യ മുതലായവകൾ, വിദ്യ അവിദ്യ മുതലായ അനന്തശക്തികൾ ആനുപൂർവ്യാത്, അതിന്റെ ക്രമമർത്ഥം. ആനുപൂർവ്യാതിന്റെ ക്രമാത്, അതിന്റെ ക്രമം അനുസരിച്ച്. വിദ്യ അവിദ്യ എന്നിങ്ങനെയുള്ള അതിൻ്റെ ഒരു അനുക്രമം അനുസരിച്ച് വിദ്യാദയോ വിവിധശക്തയ ആനുപൂർവ്യാത് യസ്മിൻ പതന്തി ആരിലാണോ യോജിച്ചു ചേർന്ന് ഒന്നിച്ചായിരിക്കുന്നത്, തദ് ബ്രഹ്മ അതാണ് ബ്രഹ്മം. വിശ്വഭവം വിശ്വത്തെ ഭവിപ്പിക്കുന്ന, ഏകം അനന്തം ആദ്യം ഒന്നായിരിക്കുന്നത്, അനന്തമായിരിക്കുന്നത്, ആദ്യമായിരിക്കുന്നത്, ആനന്ദമാത്രമായിരിക്കുന്നത്, അവികാര്യമായിരിക്കുന്നത്, അഹം പ്രപത്തി
അങ്ങനെയുള്ള ആ ബ്രഹ്മചൈതന്യത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ വിരുദ്ധഗതികളും ഭഗവാനിൽ മാത്രമേ ഒന്നിച്ചു ചേരുകയുള്ളൂ. നമ്മിൽ അത് പറ്റില്ല, ജീവാത്മാക്കളിൽ അത് പറ്റില്ല. ബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ വിവിധ ഗതികൾ ഒന്നിച്ചു കൂടിച്ചേർന്നിരിക്കും. അങ്ങനെ വിദ്യ ആദികളായ എല്ലാ സമസ്ത ഗുണദോഷങ്ങളും ഒന്നിച്ച് ആനുകൂല്യമനുസരിച്ച് അങ്ങയെ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം എവിടെയാണോ ലയിച്ചിരിക്കുന്നത്, ആ ബ്രഹ്മം വിശ്വഭവമാണ്, ലോകത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമാണ്. അതിൽ നിന്നാണ് ലോകത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നത്. രണ്ടാമതൊന്നില്ലാത്തത് കൊണ്ട് ഏകമാണ്. അന്തം കണ്ടെത്താനാവാത്തത് കൊണ്ട് അനന്തമാണ്, അപരിച്ഛേദ്യമാണ്, ആദ്യമാണ്, ആദിയിലേ ഉള്ളതാണ്, ആനന്ദമാത്രമാണ്, ആനന്ദമാത്രമായി അവശേഷിക്കുന്നതാണ്. ഒരു വികാരവുമില്ലാത്തതായ ആ ബ്രഹ്മത്തെ ഞാൻ ഇതാ ശരണം പ്രാപിക്കുന്നു. ഈ ധ്രുവൻ വളരെ എളുപ്പം കൊണ്ട് സഗുണ ബ്രഹ്മത്തിൽ നിന്നും നിർഗുണ ബ്രഹ്മത്തിലേക്ക് എത്തി ആ ബ്രഹ്മത്തെ ശരണം പ്രാപിച്ചു. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധ ശക്തയ ആനുകൂല്യം തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. യസ്മിൻ വിരുദ്ധഗതേഹ അനിശം പതന്തി ഹി വിദ്യാദേഹ വിവിധശക്തയ ആനുപൂർവ്യാത് യസ്മിൻ പതന്തി വിശ്വഭവം ഏകം അനന്തം ആദ്യം ആനന്ദമാത്രം അവികാരം തദ്ബ്രഹ്മ അഹം പ്രപത്തി. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. പത്യാശിഷോ ഹി ഭഗവംസ്തവ പാദപത്മം ആശീസ്തഥാ അനുഭജത പുരുഷാർത്ഥമൂർത്തേ. അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മൻ. സത്യാശിഷ, സത്യമായ ആശംസയെന്ന അനുഗ്രഹത്തോടു കൂടിയവനായി, ഹി തീർച്ചയായിട്ടും, ഭഗവൻ തവ പാദപത്മം, ഹേ ഭഗവൻ, അങ്ങയുടെ പാദപത്മത്തെ ആശീഹി തഥാ അനുഭജത, അനുഗ്രഹത്തോടുകൂടി ആരാണോ അനുഭജത വീണ്ടും വീണ്ടും ഭജിക്കുന്നത്, പുരുഷാർത്ഥമൂർത്തേഹി, പുരുഷാർത്ഥം മോക്ഷമാണ്, പുരുഷാർത്ഥത്തിന്റെ മൂർത്തിയാണ് അങ്ങ്, മോക്ഷസ്വരൂപനാണ് അങ്ങ്. അങ്ങനെ പുരുഷാർത്ഥമൂർത്തിയായ സത്യമായ ആശിഫോടു കൂടിയവനായ അങ്ങയുടെ പാദപത്മത്തെ വീണ്ടും വീണ്ടും നിരന്തരമായി ഭജിക്കുന്നതാണ് അനുഗ്രഹം തന്നെ. അപി ഏവം ആര്യ, അപ്യേവം ആര്യ, ഏവമപി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ആര്യ ഭഗവാൻ, പരിപൂർണനായ അങ്ങ്, ആര്യനായ അങ്ങ്, ഉത്കൃഷ്ടനായ അങ്ങ്, ദീനാൻ പരിപാടി, ദുഃഖിതന്മാരെ രക്ഷിക്കും. ദീനാൻ, ദുഃഖിതന്മാരെ പരിപാടി രക്ഷിക്കും. വാശ്ര ഇവ വാശ്രേവ വത്സകം അനുഗ്രഹകാതരോസ്മാൻ. വാശ്ര എന്ന് വെച്ചാൽ ഒരിക്കൽ പ്രസവിച്ച പശു എന്നർത്ഥം. ഫഗത് പ്രസൂത ഗൗഹു വാശ്ര, ഒരിക്കൽ പ്രസവിച്ച പശു.
മലയാളത്തിൽ പറഞ്ഞാൽ കടിഞ്ഞാൻ പെറ്റ പശു എന്ന് പറയാം. അങ്ങനെ ആദ്യമായി ഒരിക്കൽ പ്രസവിച്ച പശു വത്സകം തൻ്റെ പശുക്കുട്ടിയെ എന്ന പോലെ ആദ്യമായി ഉണ്ടാകുന്ന കുട്ടിയോട് എന്തുമാത്രം അനുകമ്പയും വാത്സല്യവും ഒരു അമ്മ പശുവിന് ഉണ്ടാകുന്നുവോ, അതുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങയ്ക്ക് ഞങ്ങളാകുന്ന അങ്ങയുടെ ഏറ്റവും വലിയ കുട്ടികളെ അനുഗ്രഹിക്കാൻ അമ്മ പശുവിനെ പോലെ അങ്ങ് എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കാം. അതിനെ തലോടി നക്കി പാല് കൊടുത്ത് കൂടെ കിടത്തി ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കും. വാശ്രേവ വത്സകം അനുഗ്രഹകാതരോ അസ്മാൻ, അനുഗ്രഹിക്കാൻ ബന്ധപ്പെടുന്നവരായിട്ട് അസ്മാൻ പരിപാടി ഞങ്ങളെ രക്ഷിക്കുന്നുവല്ലോ അങ്ങ്. സത്യസ്വരൂപനായ അങ്ങ് ആണെങ്കിലും ബ്രഹ്മസ്വരൂപനാണെങ്കിലും ദുഃഖിതന്മാരോട് കാരുണ്യം കാണിക്കുന്നവനാണ് അങ്ങ്. സത്യാശിഷോ ഹി ഭഗവൻ തവ പാദപത്നം അനുഭജത ആശി. ബ്രഹ്മസ്വരൂപനായ അങ്ങയുടെ ഗുണാത്മകമായ ശരീരത്തെ, അതാണ് കയ്യ് കാല് ശിരഫ് പറയുന്ന ശരീരത്തെ കണ്ട് ആരാണോ ആശ്രയിക്കുന്നത് അവരെ അങ്ങ് പരിപാലിക്കുന്നേ. ഏതുപോലെ? പശുക്കുട്ടിയെ എന്ന പോലെ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയെ അകത്തും പുറത്തും കാണുന്നത് സഗുണസ്വരൂപനായിട്ടാണ്. സഗുണമായും നിർഗുണമായും ധ്രുവൻ സ്തുതിച്ചു. പക്ഷെ ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സഗുണസ്വരൂപനാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക്, സഗുണസ്വരൂപനായ അങ്ങയ്ക്ക് ഞങ്ങളോട് കാരുണ്യം ഉണ്ടാകും, ഉറപ്പാണ്. എന്നോട് കരുണയുണ്ടായി എൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തരും എന്നുള്ള ഉറപ്പാണ്. ഇത് പറഞ്ഞാണ് ധ്രുവൻ സ്തുതി ഉപസംഹരിക്കുന്നത്. അപ്പം പശുക്കുട്ടികളെ ഈ പശു സംരക്ഷിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ പര്യാപ്തനാണ്. സകാമ ഭക്തന്മാരെ രക്ഷിക്കൽ അങ്ങയുടെ അമ്മയുടെ കടമ പോലെ സ്വതസിദ്ധമായ കടമയാണ്, ആരും പറഞ്ഞിരിക്കുന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാമനയോടുകൂടി നിൽക്കുന്ന എൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തരും എന്ന് ഉറപ്പിക്കലാണ്. ഇവിടെയാണ് ധ്രുവന്റെ ഭക്തിക്ക് ഒരു ചെറിയ വീഴ്ച വന്ന അവിടെയാണ്. ഇപ്പൊ ധ്രുവന്റെ ഭക്തി ഇവിടെ സകാമമാണെന്ന് ധ്രുവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം. ഇതിനുവേണ്ടിയാ താമസം പോകുന്നത്, മോക്ഷത്തിന് വേണ്ടിയല്ല. അമ്മ പറഞ്ഞയച്ചു അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ എന്താണ്, അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് അതിന് പോകുന്നതാണ്. ഇത് ധ്രുവന് ബോധ്യമാണ്. ഇനി ഭഗവാൻ പറയുന്നതും അത് തന്നെയാണ്. സത്യാശിഷോ ഹി ഭഗവം സ്തവപാദപത്നം ആശീഫ് തഥാ അനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതിദീനാൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരൂപേ. പുരുഷാർത്ഥമൂർത്തേ സത്യാശിഷഃ തവ പാദപത്മം തഥാ അനുഭജതഃ ആശീഹി ഏവം അപി ആര്യ ഭഗവാൻ വാശ്രാ വത്സകമിവ ദീനാൻ അസ്മാൻ അനുഗ്രഹകാതരഃ പരിപാലി. സത്യാശിഷോ ഹി ഭഗവം സ്തവ പാദപത്മമാശീഫ് തഥാ അനുഭജത പുരുഷാർത്ഥമൂർത്തേ.
അപ്യേവമായ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേയവത്സകമനുഗ്രഹകാതരോസ്മാൻ പത്യാശിഷോ ഹി ഭഗവംസ്തവ പാദപത്മം ആശീസ്തഥാ അനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമായ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേയവത്സകമനുഗ്രഹകാതരോസ്മാൻ. മൈത്രേയ ഉവാച. സ്തുതി പരിഭാവിച്ചു കഴിഞ്ഞപ്പോൾ മൈത്രേയൻ കയറി പറഞ്ഞാണ്, അഥാഭിഷ്ടുതേവം വൈ സത്സങ്കൽപ്പേന ധീമതാ ഭക്ത്യാനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത്. അഥ അനന്തരം ഏവം അഭിഷ്ടുത, ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, വൈ തീർച്ചയായിട്ടും സത്യസങ്കല്പേന ധീമത, സത്യമെന്ന സങ്കല്പത്തോടു കൂടിയ ധീമാനായ ധ്രുവനാൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൃത്യാനുരക്തോ ഭഗവാൻ, ഭൃത്യന്മാരോട് അനുരാഗത്തോടു കൂടിയവനായ ഭഗവാൻ പ്രതിനന്ദ്യ അഭിനന്ദിച്ചിട്ട് ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. അഭിനന്ദ്യേതമബ്രവീത്, അഭിനന്ദ്യ ഇതം അബ്രവീത്, അഭിനന്ദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ബുദ്ധിമാനായ ധ്രുവൻ ഇങ്ങനെ സ്തുതിച്ചപ്പോൾ തൻ്റെ ഭക്തനായ ഭൃത്യനായ ബാലനിൽ സ്നേഹപാരവശ്യം തോന്നി വളരെ സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അല്ല, സന്തോഷത്തോടുകൂടി ഭഗവാൻ ധ്രുവനോട് ഇങ്ങനെ പറഞ്ഞു. അഥാഭിഷ്ടുതേവം വൈ സത്സങ്കൽപ്പേന ധീമതാം ഭൃത്യാനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത്. സത്സങ്കൽപ്പേന ധീമത അഭിഷ്ടുതഃ ഭഗവാൻ ഭൃത്യാനുരക്തഃ പ്രതിനന്ദ്യ ഇദം അബ്രവീത്. അഥാഭിഷ്ടുതേവം വൈ സത്സങ്കൽപ്പേന ധീമതാം ഭൃത്യാനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത്. അഥാഭിഷ്ടുതേവം വൈ സത്സങ്കൽപ്പേന ധീമതാം ഭൃത്യാനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത്. ശ്രീ ഭഗവാൻ ഉവാച. വേദാഹം തേ വ്യവസിതം ഹൃതിരാജന്യപാലകാം തത്പ്രേക്ഷാമി ഭദ്രം തേ ദുരാപമപി സൗവ്രതാം. വേദ അഹം, ഞാൻ അറിയുന്നു, വേദ അറിയുന്നു, അഹം വേദ, തേ വ്യവസിതം നിന്റെ ഒരുക്കം, ഹൃദി നിന്റെ ഹൃദയത്തിലുള്ള നിന്റെ സങ്കല്പത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹേ രാജന്യപാലക, അല്ലയോ രാജകുമാര, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ അറിഞ്ഞിരിക്കുന്നു. തത് പ്രേക്ഷാമി, അത് തരുന്നു. ഭദ്രം തേ, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. സുഭദ്രമപി, അല്ല ദുരാപമപി, മറ്റുള്ളവർക്ക് കിട്ടാൻ പ്രയാസമുള്ളതാണെങ്കിലും നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ആഗ്രഹം ഞാനിതാ സാധിച്ചു തരാൻ പോകുന്നു എന്ന് മറുപടിയായിട്ട് ഭഗവാൻ ആദ്യം പറഞ്ഞു. വേദാഹം തേ വ്യവസിതം ഹൃതിരാജന്യപാലകാം തത്പ്രേക്ഷാമി ഭദ്രം തേ ദുരാപമപി സൗവ്രതാം. രാജന്യപാലക തേ ഹൃദി വ്യവസിതം അഹം വേദ ദുരാപം അപി സൗവ്രത തേ ഭദ്രം അസ്തു തത്പ്രേക്ഷ. വേദാഹം തേ വ്യവസിതം ഹൃതിരാജന്യപാലകാം തത്പ്രേക്ഷാമി ഭദ്രം തേ ദുരാപമപി സൗവ്രതാം. വേദാഹം തേ വ്യവസിതം ഹൃതിരാജന്യപാലകാം തത്പ്രേക്ഷാമി ഭദ്രം തേ ദുരാപമപി സൗവ്രതാം. നാന്യേരധിഷ്ഠിതം ഭദ്രാം യത്ഭ്രാജിഷ്ണുധ്രുവക്ഷിതീം യത്ര ഗ്രഹക്ഷതാരാണാം ജ്യോതിഷം ചക്രമാഹിതം മേഢ്യം ഗോചക്രവത് സ്ഥാസ്നു പരസ്തത് കൽപ്പവാസിനാം.
ന അന്യേഹി അധിഷ്ഠിതം ഭദ്ര. ഭദ്ര സംബോധനയാണ്. മംഗളസ്വരൂപനായുള്ളവനെ. അന്യേഹി ന അധിഷ്ഠിതം, മറ്റൊരാളാൽ അധിവസിക്കാനാവാത്ത, മറ്റാർക്കും എത്തപ്പെടാനാവാത്ത, യത് യാതെന്നാണോ ഭ്രാജിഷ്ണു നന്നായി ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന, ധ്രുവക്ഷിതി നാശമില്ലാത്ത വാസസ്ഥാൻ. ധ്രുവമായ ക്ഷിതി, ക്ഷിതിക്ക് ഭൂമി എന്നാണെങ്കിലും വാസസ്ഥാനമാണ് ഭൂമിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ധ്രുവസ്ഥിതി, ക്ഷിതി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത വാസസ്ഥാനം. മറ്റൊരാൾക്കും ലഭിക്കാത്ത ഏറ്റവും തിളങ്ങുന്ന ശോഭിക്കുന്ന ധ്രുവക്ഷിതി എന്ന ഒരു വാസസ്ഥാനം ഞാൻ നിനക്ക് തരിക. എത്ര? അവിടെ ഗ്രഹ വൃക്ഷ താരകാണാം. അവിടെ ഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, താരകങ്ങൾ, ജ്യോതിഷാം ചക്രമാഹിതം, ജ്യോതിഷുകളുടെ സമൂഹത്തെ ആഹിതം ചേർക്കപ്പെട്ട് അതിലേക്ക് നിറഞ്ഞിരിക്കുന്ന, അതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങൾ നമുക്കറിയാം 9 എണ്ണം. വൃക്ഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്, താരവും നക്ഷത്രമാണ്. അതുകൊണ്ട് വൃക്ഷത്തിന് വലിയ നക്ഷത്രമെന്നും താരത്തിന് ചെറിയ നക്ഷത്രമെന്നും അർത്ഥം പറയും. വൃക്ഷം വലിയ നക്ഷത്രം, താരങ്ങൾ ചെറിയ നക്ഷത്രം. ഇത് രണ്ടും നമുക്ക് ആകാശത്ത് കാണാം. ഇപ്പൊ ഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, താരങ്ങൾ ഇവയോടുകൂടി ജ്യോതിചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനം ഞാൻ നിനക്ക് തരുന്നു. മേദ്യം ഗോചക്രവത്. മേദ്യം എന്ന് പറഞ്ഞാൽ പശുവിനെ കെട്ടുന്ന കുറ്റിയുടെ പേരാണ്. കുറ്റി അടിച്ചിട്ട് പശുക്കളെ കെട്ടും പുല്ലുമേയാൻ. പശുക്കൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി, ആ കുറ്റിക്ക് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കറങ്ങാനേ പറ്റും. അതിൻ്റെ പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം മേദ്യം ഗോചക്രവത്, പശുവിനെ ബന്ധിക്കുന്ന തൂണിൽ പശുക്കൂട്ടം എന്ന പോലെ ജ്യോതിശ്ചക്ര സമൂഹത്തിൽ ഈ ധ്രുവം എന്നുള്ള സ്ഥാനത്ത് ഞാൻ നിബന്ധിച്ചിരിക്കുന്നു. അതിലെ നിബന്ധനയിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഒരു പോയിന്റാണ്. മേദ്യം ഗോചക്രവത് സ്ഥാസ്തു, സ്ഥിരമായി നിൽക്കുന്നത്, പരസ്താത് കൽപ്പവാസിനാം, കൽപ്പവാസികൾക്ക് പരസ്ഥമായിരിക്കുന്ന, കൽപ്പത്തിൽ വസിക്കുന്നവർക്ക് ആ കൽപ്പാവസാനം വരെ വെച്ചും അതിൻ്റെ മീതെ സ്ഥിരമായി നിൽക്കുന്നതുമാണ് ഈ സ്ഥാനം നിനക്ക് നൽകുന്ന ധ്രുവസ്ഥാനം. നക്ഷത്രങ്ങളൊക്കെ കൽപ്പാവസാനത്തിൽ ഇല്ലാതാകാം, പക്ഷേ ധ്രുവം എന്നുള്ള ഈ അവസ്ഥ നശിക്കില്ല. അനശ്വരമായ ഒരു സ്ഥാനമാണ് ഈ ധ്രുവപദം. അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. മറ്റാർക്കും അവിടേക്ക് വരാൻ പറ്റില്ല. നാന്യേരധിഷ്ഠിതം ഭദ്രാം യദ്ഭ്രാജിഷ്ണു ധ്രുവക്ഷിതി എത്ര ഗ്രഹക്ഷതാരാണം ജ്യോതിഷം ചക്രമാഹിതം മേദ്യം ഗോചക്രവത് സ്ഥാസ്നു പരസ്താത് കൽപ്പവാസിനാം. ഹേ ഭദ്ര, അന്യേഹി ന അധിഷ്ഠിതം ഭ്രാജിഷ്ണു ധ്രുവക്ഷിതി യത് ഗ്രഹക്ഷതാരാണം ജ്യോതിഷം ചക്രം മേദ്യം ഗോചക്രവത് എത്ര ആഹിതം കൽപ്പവാസിനാം പരസ്താത് സ്ഥാസ്നു നാന്യേരധിഷ്ഠിതം ഭദ്രയദ്ഭ്രാജിഷ്ണു ധ്രുവക്ഷിതി എത്ര ഗ്രഹക്ഷതാരാണം ജ്യോതിഷം ചക്രമാഹിതം
മേട്യാം ഗോചക്രവസ്ഥാസ്തു പരസ്താത് കൽപ്പവാസിനാം നാണ്യേരധിഷ്ഠിതം ഭദ്ര യദ്ഭ്രാജിഷ്ണുധ്രുവക്ഷിതി യത്ര ഗ്രഹക്ഷതാരാണാം ജ്യോതിഷം ചക്രമാഹിതം മേട്യാം ഗോചക്രവസ്ഥാസ്തു പരസ്താത് കൽപ്പവാസിനാം ധർമ്മോഗ്നികശ്യപ ശുക്രോ മുനയോ ഏവനോകഫ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത്ഫതാരകാഹം. ധർമ്മം, അഗ്നി, കശ്യപൻ, ശുക്രൻ തുടങ്ങിയിരിക്കുന്ന മുനികളും വനൗകഫ ആരാണോ വാനപ്രസ്ഥികൾ അവരും. ധർമ്മദേവൻ, അഗ്നി, കശ്യപൻ, ശുക്രൻ മുതലായ മുനിമാരും വനൗകഫന്മാർ വനത്തിൽ വസിക്കുന്ന വാനപ്രസ്ഥികളും ചരന്തി സഞ്ചരിക്കുന്നു ദക്ഷിണീകൃത്യ പ്രദക്ഷിണീകൃത്യ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. വലം വെച്ചുകൊണ്ട് ദക്ഷിണീകൃത്യ ഭ്രമന്തഃ കറങ്ങുന്നു യത് ഫതാരകാഹ നക്ഷത്രങ്ങളോടൊപ്പം ഇവരെല്ലാം നിന്റെ ആസ്ഥാനത്തിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. സപ്തർഷിമാര്, ദേവന്മാര് അവരൊക്കെ നിനക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കും. അവരെക്കാളൊക്കെ ഉന്നതമായൊരു സ്ഥാനമാണ് ഇപ്പൊ നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്. ധർമ്മോഗ്നികശ്യപ ശുക്രോ മുനയോ ഏവനൗകഫ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത്ഫതാരകാഹം. ധർമ്മോ അഗ്നി കശ്യപ ശുക്ര മുനയ ഏവനൗകഫ ഫതാരകാഹ യത് പ്രദക്ഷിണീകൃത്യ ഭ്രമന്തോ ചരന്തി. ധർമ്മോഗ്നികശ്യപ ശുക്രോ മുനയോ ഏവനൗകഫ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത്ഫതാരകാഹം. ധർമ്മോഗ്നികശ്യപ ശുക്രോ മുനയോ ഏവനൗകഫ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത്ഫതാരകാഹം. പ്രസ്ഥിതേതു വനം പിത്രാ ദത്വാഗാം ധർമ്മസംശ്രയാം ഷട്ത്രിംശത് വർഷഭാഹ്രം രക്ഷിത അവ്യാഹതേന്ദ്രിയാം. വനം പ്രസ്ഥിതേതു വനത്തിലേക്ക് പുറപ്പെട്ടു പോയപ്പോൾ പിത്ര ഗാം ദത്വ പിതാവിനാൽ ഭൂമിയെ നൽകിയിട്ട് ധർമ്മസംശ്രയ ധർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഷട്ത്രിംശത് വർഷഭാഹ്രം 36,000 വർഷം. ത്രിംശത് 30 ഷഡ് 6 ഷട്ത്രിംശത് 36 36,000 വർഷം അവ്യാഹതേന്ദ്രിയ ഒരു തളർച്ചയില്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് രക്ഷിത ഭൂമിയെ രക്ഷിക്കും നീ എന്ന് ഉറപ്പാണ്. പിതാവ് വാനപ്രസ്ഥം സ്വീകരിക്കുമ്പോൾ രാജ്യപരിപാലനത്തിന് നിന്നെ നിയമിച്ചതിന് ശേഷമാണ് അദ്ദേഹം വാനപ്രസ്ഥത്തിൽ പോകുന്നത്. ആ കാലത്ത് ധർമ്മത്തിൽ നിന്നും വഴിതെറ്റിപ്പോവാതെ 36,000 വർഷം കാലം നീ രാജ്യം ഭരിക്കും. അത്ര കാലവും നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷീണവും വരില്ല. 50, 60, 70 വയസ്സാകുമ്പോൾ കണ്ണ് കാണാണ്ടാകും, ചെവി കേൾക്കാതാകും, അതൊന്നും വരില്ല. 36,000 വർഷം ഇന്ദ്രിയങ്ങൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. അങ്ങനെ നീ രാജ്യം ഭരിക്കും എന്നും കൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. പ്രസ്ഥിതേതു വനം പിത്രാദത്വാഗാം ധർമ്മസംശ്രയാം ഷട്ത്രിംശത് വർഷഭാഹ്രം രക്ഷിത അവ്യാഹതേന്ദ്രിയാം. ഗാം ദത്വാ പിത്ര വനം പ്രസ്ഥിതേ ധർമ്മസംശ്രയ
ഭവാൻ അവ്യാഹതേന്ദ്രിയഃ ഷട്ത്രിംശത് വർഷഫാഹഫ്രം രക്ഷിതാ പ്രസ്ഥിതേതു വനം പിത്രാദിത്വാഗാം ധർമ്മസംശ്രയാം ഷട്ത്രിംശത് വർഷഫാഹഫ്രം രക്ഷിത വ്യാഹതേന്ദ്രിയാം പ്രസ്ഥിതേതു വനം പിത്രാദിത്വാഗാം ധർമ്മസംശ്രയാം ഷട്ത്രിംശത് വർഷഫാഹഫ്രം രക്ഷിത വ്യാഹതേന്ദ്രിയാം ത്വത്ഭ്രാതര്യുത്തമേ നഷ്ടേ മൃഗയായം തുതന്മനാഹം അന്വേഷന്തി വനം മാതാ ദാവാഗ്നിം സാ പ്രവേക്ഷ്യതി ത്വത്ഭ്രാതരി ഉത്തമേ അങ്ങയുടെ സഹോദരനായ ഉത്തമൻ മൃഗയായാം നഷ്ടേ നായാട്ടിൽ നശിച്ചു കഴിയുമ്പോൾ നിന്റെ സഹോദരനായ ഉത്തമൻ നായാട്ടിന് കാട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് മൃതിയടയും. അപ്പോൾ തന്മനാഹം അവനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അവനെ അന്വേഷിച്ച് അന്വേഷന്തി വനം മാതാ അവന്റെ അമ്മ പുരുജി അവനെ അന്വേഷിച്ച് കാട്ടിൽ കൂടി സഞ്ചരിച്ച് ദാവാഗ്നിം ഫാ പ്രവേക്ഷ്യതി അവൾ കാട്ടുതീക്കകത്ത് പ്രവേശിച്ച് വെന്തു മരിക്കും. വരാൻ പോകുന്ന ഭാവി കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. 36,000 വർഷം നീ രാജ്യം ഭരിക്കും. നിന്റെ സഹോദരനായ ഉത്തമൻ നായാട്ടിന് കാട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് മരിക്കും. അവനെ കാണാതെ വിഷമിച്ച് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് പുരുജി അമ്മയും ഒരു കാട്ടുതീയിൽപ്പെട്ട് മരിക്കും. തദ്ഭ്രാതരിയുത്തമേ നഷ്ടേ മൃഗയായാം തുതന്മനാം അന്വേഷന്തി വനം മാതാ താവാക് സാ പ്രവേക്ഷ്യതി ത്വത്ഭ്രാതരി ഉത്തമേ നഷ്ടേ തന്മനാഃ സാ മാതാ വനം അന്വേഷന്തി താവാഗ്നി പ്രവേക്ഷ്യതി ത്വത്ഭ്രാതര്യുത്തമേ നഷ്ടേ മൃഗയായാം തുതന്മനാം അന്വേഷന്തി വനം മാതാ താവാക് സാ പ്രവേക്ഷ്യതി ത്വത്ഭ്രാതര്യുത്തമേ നഷ്ടേ മൃഗയായാം തുതന്മനാം അന്വേഷന്തി വനം മാതാ താവാക് സാ പ്രവേക്ഷ്യതി ഇഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞൈ പുഷ്കരദക്ഷിണൈ ഭുക്ത്വാ ചേഹാശിഷഫത്യ അന്തേ മാം സംസ്മരിഷ്യതി. ഇഷ്ട്വാ യാഗം ചെയ്തിട്ട് മാം എന്നെ യജ്ഞഹൃദയം മാം യജ്ഞത്തിന്റെ ഹൃദയനായിരിക്കുന്ന എന്നെ യജിച്ചിട്ട് യജ്ഞൈഹി ഇഷ്ട്വ യജ്ഞങ്ങളെ കൊണ്ട് യജിച്ചിട്ട് പുഷ്കലദക്ഷിണൈ പൂർണ്ണമായ ദക്ഷിണയോട് കൂടിയ അനേക യാഗങ്ങൾ യജ്ഞഹൃദയനായ എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഭുക്ത്വാച ഇഹ ആശിഷഫത്യാഹ ഉത്തമങ്ങളായ ഭോഗങ്ങളെ ഭുക്ത്വ അനുഭവിച്ചിട്ട് അന്തേ മാം സംസ്മരിഷ്യഫി ഒടുവിൽ എന്നെ വേണ്ട പോലെ നീ ആരാധിക്കും സ്മരിക്കുന്നു. അതുവരെ എന്റെ സ്മരണ ഉണ്ടാവണമെന്നില്ല. ധാരാളം യജ്ഞങ്ങൾ ചെയ്ത് എന്നെ പൂജിച്ച് എൻ്റെ ആശംസകളൊക്കെ അനുഭവിച്ചുകൊണ്ട് അന്തിമ കാലഘട്ടത്തിൽ എന്നെ സ്മരിക്കും. ഇഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞേ പുഷ്കലദക്ഷിണേ ഭുക്ത്വാ ചേഹ അശിഷസത്യ അന്തേ മാം സ്മരിഷ്യസി. ഇഹ പുഷ്കലദക്ഷിണൈഃ യജ്ഞൈഃ യജ്ഞഹൃദയം മാം ഇഷ്ട്വാ സത്യാഃ ആശിഷഃ ഭുക്ത്വാ അന്തേ മാം സംസ്മരിഷ്യസി. ഇഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞൈ പുഷ്കലദക്ഷിണേ ഭുക്ത്വാ ചേഹ ആശിഷസത്യാഃ അന്തേ മാം സംസ്മരിഷ്യസി. ഇഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞൈഃ പുഷ്കലദക്ഷിണേ ഭുക്ത്വാ ചേഹ ആശിഷസത്യാഃ അന്തേ മാം സംസ്മരിഷ്യസി. തതോ ഗന്ധാസി മത്സ്ഥാനം സർവലോകനമസ്കൃതം ഉപരിഷ്ടാദൃശിഭ്യസ്ത്വം യതോ നാവർത്തതേ യതി. തതോ അനന്തരം
മത് സ്ഥാനം ഗന്ധാഫി, എൻ്റെ സ്ഥാനത്തെ നീ പ്രാപിക്കും. സർവലോക നമസ്കൃതം മത് സ്ഥാനം, ലോകത്തുള്ള എല്ലാവരും നമസ്കരിക്കുന്ന എൻ്റെ സ്ഥാനത്തെ നീ എത്തും അല്ലെങ്കിൽ പ്രാപിക്കും. ഉപരിഷ്ടാത്, പിന്നീട് മുകൾ ഭാഗത്തുള്ളവരായ ഋഷിഭ്യ, ഋഷിമാർ, ത്വം, അങ്ങേ, യതഃ, യാതൊന്നുകൊണ്ടാണോ, ന ആവർത്തതേ യതിഹി, സന്യാസി, ന ആവർത്തതേ, തിരിച്ചു വരില്ല. യാതൊന്നിൽ നിന്നും സന്യാസി പിന്നെ തിരിച്ചു വരില്ല. യതോ ന ആവർത്തതേ യതിഹി, ആ സ്ഥാനമാണ് ധ്രുവപദമെന്ന ബ്രഹ്മസ്ഥാനം. അതാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത്. തതോ ഗന്ധാഭിമസ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ടാദൃഷിഭ്യസ്ത്വം യതോ നാവർത്തതേ യതി. തതഃ ഋഷിഭ്യഃ ഉപരിഷ്ടാത് സർവലോക നമസ്കൃതം മത് സ്ഥാനം ത്വം ഗന്ധാഭി യതഃ യതിഹി ന ആവർത്തതേ. തതോ ഗന്ധാഭിമസ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ടാദൃഷിഭ്യസ്ത്വം യതോ നാവർത്തതേ യതി. തതോ ഗന്ധാഭിമസ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ടാദൃഷിഭ്യസ്ത്വം യതോ നാവർത്തതേ യതി. മൈത്രേയ ഉവാച. ഇത്യർച്ചിതഃ സ ഭഗവാൻ അതിദിശ്യാത്മനഃ പദം ബാലസ്യപശ്യതോ ധാമ സ്വയമയാത് ഗരുഡധ്വജാം. ഇതി അർച്ചിതഃ സ ഭഗവാൻ, ഇങ്ങനെ പൂജിക്കപ്പെട്ട ആ ഭഗവാൻ ആദിശ്യ, ഇത്രയും ഉപദേശിച്ചിട്ട്, ആത്മനഃ പദം, തൻ്റെ സ്ഥാനത്തേക്ക്, ബാലസ്യ പശ്യതോ, ആ കുട്ടി നോക്കി നിൽക്കെ, ആത്മനഃ ധാമപദം, തൻ്റെ ഇരിപ്പിടമായ സ്ഥാനത്തേക്ക്, ഗരുഡധ്വജ സ്വയം അയാൾ, ഗരുഡധ്വജനായി വന്ന ഭഗവാൻ സ്വയം തിരിച്ചുപോയി. ഗരുഡന്റെ പുറത്ത് കയറിയാണ് വന്നത് നേരത്തെ പറഞ്ഞിരുന്നു. ഗരുഡധ്വജനായ, ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളവനായ ആ ഭഗവാൻ ഇങ്ങനെയൊക്കെ ധ്രുവനെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോയി. അത്രേ ഉള്ളൂ. ഇത്യർച്ചിത സ ഭഗവാൻ അതിദിശ്യാത്മന പദം ബാലസ്യ പശ്യതോ ധാമ സ്വയമയാൻ ഗരുഡധ്വജാം. ഇത് അർച്ചിതഃ സ ഭഗവാൻ ആത്മനഃ പദം അതിദിശ്യ ബാലസ്യ പശ്യതഃ ഗരുഡധ്വജഃ സ്വം ധാമ അയാത്. ഇത്യർച്ചിതഃ സ ഭഗവാൻ ഭഗവാൻ അതിദിശ്യാത്മന പദം ബാലസ്യ പശ്യതോ ധാമ സ്വയമയാത് ഗരുഡധ്വജാം. ഇത്യർച്ചിതഃ സ ഭഗവാൻ അതിദിശ്യാത്മന പദം ബാലസ്യ പശ്യതോ ധാമ സ്വയമയാത് ഗരുഡധ്വജാം. സോപി സങ്കൽപ്പജം വിഷ്ണോഃ പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം നാതിപ്രീതോഭ്യഗത്പുരം. സോപി, ആ ധ്രുവനാകട്ടെ, സങ്കൽപ്പജം, സങ്കല്പത്തിൽ നിന്നും ഉണ്ടായ, വിഷ്ണോഃ പാദസേവോപസാദിതം, വിഷ്ണുവിൻ്റെ പാദസേവ കൊണ്ട് സമ്പാദിച്ച, ഉണ്ടാക്കിയ, സങ്കല്പ നിർവ്വാണം പ്രാപ്യ, സങ്കല്പ നിർവ്വാണത്തെ പ്രാപിച്ചിട്ട് സങ്കല്പങ്ങളുടെ സമാപ്തിയോടുകൂടിയ വിഷ്ണുവിൻ്റെ പാദസേവ കൊണ്ട് സമ്പാദിച്ച ആ സ്ഥാനത്തെ പ്രാപിച്ചിട്ട് ന അതിപ്രീതോ അഭ്യഗാത്പുരം, അത്യധികം സന്തോഷിക്കാതെ സ്വന്തം പുരത്തിലേക്ക് തിരിച്ചുപോയി. ആ ധ്രുവനെ തൻ്റെ സങ്കല്പത്തെ അനുസരിച്ച് ഇതിന്മീതെ മറ്റൊന്നുമില്ലാത്ത ഏറ്റവും ഉയർന്ന ആത്യന്തികമായ സ്ഥാനത്തെ, ആ വിഷ്ണുമതത്തെ പ്രാപിച്ചെങ്കിലും ധ്രുവന് വലിയ സന്തോഷമുണ്ടായിരുന്നു.
പൂർണ്ണ സന്തോഷം ഇല്ലാത്ത മനസ്സോടെ അദ്ദേഹം സ്വന്തം കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. സോപി സങ്കൽപ്പജം വിഷ്ണു പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പ നിർവാണം നാദിപ്രീതോഭ്യഗത്പുരം സഹ അപി. സങ്കൽപ്പജം നിർവാണം വിഷ്ണോഃ പാദസേവോപസാദിതം പ്രാപ്യ ന അതിപ്രീതഃ പുരം അഭ്യഗാത്. സോപി സങ്കൽപ്പജം വിഷ്ണു പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പ നിർവാണം നാദിപ്രീതോഭ്യഗത്പുരം. സോപി സങ്കൽപ്പജം വിഷ്ണു പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പ നിർവാണം നാദിപ്രീതോഭ്യഗത്പുരം. ഭഗവാന്റെ അനുഗ്രഹം ഒക്കെ മേടിച്ചിട്ട് തന്നെ ധ്രുവൻ ധ്രുവലോകത്തേക്കോ മോക്ഷപദവിയിലേക്കോ പോയില്ല. അദ്ദേഹം തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മള് തന്നെ ധ്രുവന് മോക്ഷം കൊടുത്ത് ധ്രുവപദത്തിലേക്ക് പോയി ഇതൊക്കെയാണ് നമ്മൾ ധരിച്ച് ചിലരൊക്കെ. ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാകും അപ്പോഴല്ല പോയത്, ഒടുവിലാണ് പോകുന്നത്. വിതുര ഉവാച. മൈത്രേയൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ വിതുരൻ അങ്ങോട്ട് ചോദിച്ചു, സുദുർലഭം യത് പരമം പദം ഹരേ മായാവിനസ്തശ്ചരണാർച്ചനാർജിതം യദ്ധ്യസിദ്ധാർത്ഥമിവൈക ജന്മന കഥം സ്വമാത്മാനം അനന്യതാർത്ഥവിത്. സുദുർലഭം, ഏറ്റവും ദുർലഭമായ യത് പരമം പദം ഹരേ, ഹരിയുടെ പരമമായ യാതൊരു പദത്തെയാണോ മായാവിന, മായാവികൾ തച്ചരണ അർച്ചന ആർജിതം, ഭഗവത് പാദങ്ങളെ അർച്ചിച്ച് നേടിയെടുത്ത ആ പരമമായ ഹരിപദത്തെ ലബ്ധ്വാപി, സിദ്ധിച്ചിട്ടും അസിദ്ധാർത്ഥമിവ ഏകജന്മന. മുമ്പത്തെ ശ്ലോകത്തിൽ നാദിപ്രീതോഭ്യക എന്ന് പറഞ്ഞല്ലേ, വലിയ സന്തോഷമില്ലാതാണ് തിരിച്ചു പോയത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. സിദ്ധാർത്ഥമിവ ഏകജന്മന, ഒറ്റ ജന്മം കൊണ്ട് കാര്യം സാധിച്ചു. ആ ജന്മം മുഴുവനും എടുത്തില്ല, വെറും 5-6 വയസ്സ് മാത്രം. അങ്ങനെയുള്ള ഒരാൾക്ക് കഥം, എങ്ങനെയാണ് സ്വം ആത്മാനം അമന്യത അർത്ഥം, സ്വന്തം ആത്മാവിനെ അർത്ഥവിത്തായിട്ട് കാര്യം സാധിച്ചതായിട്ട് അർത്ഥത്തെ അറിഞ്ഞവനായിട്ട് എങ്ങനെ വിചാരിക്കാൻ പറ്റും എന്നാണ് വിതുരന്റെ ചോദ്യം. ധ്രുവന് സന്തോഷമില്ല എന്ന് കേട്ടിട്ടാണ് വിതുരർ ചോദിച്ചത്. ധ്രുവന്റെ ഭക്തി പരിശുദ്ധമായിരുന്നല്ലോ. എന്നിട്ടും എന്താണ് ഈ ധ്രുവന് ലക്ഷ്യത്തിൽ ഇപ്പോൾ എത്താനാവാതെ തിരിച്ചു പുറത്തേക്ക് പോയത്? സന്തോഷവാനായിട്ടല്ല പോയത്. അതിന്റെ കാരണം മായയിൽ നിന്നുമുണ്ടായ അഹങ്കാരാദികളായ വൃത്തി നിമിത്തമാണ് ഭക്തി ഉണ്ടായത്. പ്രഹ്ലാദന് ഭക്തി ഉണ്ടാകാൻ കാരണം അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പറ്റില്ല എന്നുള്ള അമ്മയുടെ വാക്കാണ്, അമ്മയുടെ ദുരുക്തിയാണ്, ദുഷ്ടവാക്കുകളാണ്. അതാണ് ഇവിടെ ഭക്തി ജനിക്കാൻ കാരണം. ഉത്തമനേക്കാൾ ഉയർന്ന ഒരു പദവി ലഭിക്കണം എന്നായിരുന്നു ധ്രുവന്റെ ലക്ഷ്യം. ഉത്തമന് അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ പറ്റി, അതിനേക്കാൾ വലിയ സ്ഥാനം തനിക്ക് കിട്ടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, ധ്രുവന്റെ ആഗ്രഹം. ഈ സ്ഥാനമാനങ്ങളൊക്കെ മായ കൊണ്ട് ലോകത്തിൽ ഉണ്ടാക്കി വെച്ചതാണ്. അത് തന്നെയാണ് ധ്രുവന്റെ ഉള്ളിലിരിക്കുന്നത്. ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി തന്നെ ഭജിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ ധ്രുവസ്ഥാനം നൽകിയിട്ടും കാര്യം അറിയാവുന്നവനായ ധ്രുവൻ
സന്തോഷം സിദ്ധിക്കാത്തവനെ പോലെ കഴിയാൻ കാരണമെന്താണ് എന്നാണ് വിതുരന്റെ ചോദ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയാൻ കഴിയുന്നത്? ഇത്രയൊക്കെ ലഭിച്ചിട്ടും സന്തോഷം ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താണ്? സുദുർലഭം യത് പരമം പദം ഹരേർ മായാവിനസ്തരണാർച്ചനാർജിതം ലബ്ധ്വാപ്യസിദ്ധാർത്ഥമിവൈക ജന്മനാം കഥം സ്വമാത്മാനമമന്യതാർത്ഥവിത്. മായാവിനഃ ഹരേഃ സുദുർലഭം പരമം പദം യത് തത് ഏകജന്മനാ തച്ചരണാർച്ചനാർജിതം അർത്ഥവിത് ലബ്ധ്വാപി സ്വം ആത്മാനം അസിദ്ധാർത്ഥം കഥം അമന്യത. സുദുർലഭം യത് പരമം പദം ഹരേ മായാവിനസ്തച്ചരണാർച്ചനാർജിതം ലബ്ധ്വാപ്യസിദ്ധാർത്ഥമിവൈക ജന്മനാ കഥം സ്വമാത്മാനമമന്യതാർത്ഥവിൻ. സുദുർലഭം യത് പരമം പദം ഹരേ മായാവിനസ്തച്ചരണാർച്ചനാർജിതം ലബ്ധ്വാപ്യസിദ്ധാർത്ഥമിവൈക ജന്മനാ കഥം സ്വമാത്മാനമമന്യതാർത്ഥവിത്. അതിന്റെ ഉത്തരം മൈത്രേയൻ ഒരു ശ്ലോകം പറഞ്ഞിട്ട് ധ്രുവനെ കൊണ്ട് തന്നെ എന്നെ മറുപടി പറയിക്കാം. ആ ഭാഗം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അപ്പം ഉപസംഹരിച്ചതിന് ശേഷം സംശയമുള്ളവർക്ക് സംശയം ചോദിക്കാം. ഓ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.